നമസ്കാരം, രേണുസുതിയാണ്. ആദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഡാനി സത്യ ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ആദ്യത്തെ ഒരു പെണ്ണ്? അല്ലല്ലോ. നീ പിന്നെ എന്തുവാടാ നീയും നിന്റെ കൂട്ടുകാരൻ അതിലും ഈ കിടന്ന് കൊണാന്ന് പറഞ്ഞ് ഈ സംസാരിക്കുന്നത്? നാണമുണ്ടോടാ നിനക്കൊക്കെ? നാണമുണ്ടോടോ നിനക്കൊക്കെ? എന്തായാലും എല്ലാവരും പടക്കം പൊട്ടിച്ച് ഇങ്ങനെ ആഘോഷിക്കുന്നതിന്റെ ഇടയിൽ നമുക്കൊരു പടക്ക കഥകൾ പറഞ്ഞാല് നാണമുണ്ടോടാ നിനക്കൊക്കെ എന്ന് ചോദിക്കുന്ന രണസുനയെ നമുക്കൊന്ന് കാണാം. ഞാൻ ഭയങ്കര സങ്കടത്തിലും ടെൻഷനിലുമാണ്. സത്യം പറഞ്ഞ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടിരിക്കുകയാണ്. അപ്പം ടെൻഷൻ വരുമ്പോൾ ഞാൻ ഈ ചോക്ലേറ്റ് എടുത്ത്. നാണമുണ്ടോടാന്ന് അതുലിനോടും ഡാനി സത്യനോടും അല്ലെ? അടിപൊളി ചേച്ചി, അടിപൊളി. ഫ്ലൈറ്റ് ഒക്കെ മിസ്സായി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊക്കെ തന്നെയാണ് കാണിക്കേണ്ടത് കേട്ടോ. ഇതൊക്കെ ഒരു മാതൃകയാക്കി നിങ്ങൾ എടുക്കണേ. ഫ്ലൈറ്റ് മിസ്സായി, ആകെ സങ്കടമാണ്. പക്ഷെ ഞാൻ ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ ഞം പറഞ്ഞ് തിന്നും, പക്ഷെ ഇടക്കൊന്ന് കുനിയും. വല്ലതും കണ്ടോ കണ്ടില്ലേ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്ന് കുനിയും. വേണമെങ്കിൽ കണ്ടാ മതി നിങ്ങൾ. അപ്പൊ പടക്ക കഥയിലേക്ക് സ്വാഗതം. ഈ കഥയിലേക്ക് സ്വണ്ടാറടക്കിയിട്ട് എല്ലാവർക്കും വിഷു ആശംസകൾ. ബാക്കി ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വ്യക്തി? ഇതിന് മുന്നേ തുടങ്ങിയവരുണ്ടല്ലോ, നീ പൂട്ടിക്കാൻ നടക്കുവോ? ഇപ്പൊ കളി പഠിക്കും നീയൊക്കെ, മനസ്സിലായി? എന്റെ പൂട്ടിക്കാൻ നടക്കുന്നല്ലോ. ഒന്ന് ചോണയുണ്ടെങ്കിൽ അതുലെ ഡാനി സത്യ ചോണയുണ്ടെങ്കിൽ നീ പൂട്ടി കാണിക്കണം. പിന്നെ നിങ്ങൾ വെല്ലുവിളിക്കരുത്. ഒരു ഹ്യൂജ് ആയിട്ടൊരു ബൾക്ക് കംപ്ലൈന്റ് ഇപ്പൊ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, അറിയാലോ. ഒരു കംപ്ലൈന്റ് അങ്ങ് എത്തിയാൽ മതി, പൂട്ടിക്കെട്ടും. 7 കോടിയോളം വർഷ വരുമാനം ഉണ്ടായിരുന്ന പർപ്പിളിനെ പൂട്ടി. പിന്നെയാണോ രണസുന? നിങ്ങളുടെ വീഡിയോന്റെ ഉള്ളടക്കം ഇന്നതാണെങ്കിൽ, വൃത്തികെട്ടതാണെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരുമിച്ച് പരാതി കൊടുക്കാം, 8ന്റെ പണി കിട്ടും. ഈ നിയമങ്ങളൊക്കെ ഗവൺമെന്റ് കൊണ്ടുവരുന്നത് വെറുതെ ആണെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ നോർമൽ ഒരു റീൽ ചെയ്യുന്നോണ്ടൊന്നും ആർക്കും ഒരു കുഴപ്പമുണ്ടാവൂല. പക്ഷെ കോപ്രായത്തരങ്ങൾ കാണുമ്പോൾ ആളുകൾക്ക് ദേഷ്യം പിടിക്കും. അത് അത്രേ ഉള്ളൂ. മനുഷ്യന്മാർ പല വിധമല്ലേ, പലവിധമാണ് മനുഷ്യന്മാരുടെ മനോഭാവങ്ങൾ എന്നുള്ളതാണ്. നിങ്ങൾ ഇടുന്ന ആ ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ്, എന്റെ പൊന്നെ, ഫ്ലൈറ്റ് മിസ്സായ ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് കാണിച്ചു കൂട്ടുക. അതാണ് എന്നെ എല്ലാവരും ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറയണില്ല എന്റെ പൊന്നെ. ബാക്കി പിന്നെ ഞാൻ മാന്യമര്യാദയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞും ആരെയും ക്രിട്ടിസൈസ് ചെയ്തും ഒരു മുറിക്കകത്തിരുന്ന് അല്ലെങ്കിൽ ഫോൺ വെച്ചുകൊണ്ട് ഞാൻ ആരെയും വിറ്റ് തിന്ന് ജീവിക്കുമല്ല. ഞാൻ എനിക്കറിയാവുന്ന തൊഴിൽ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ അത് ഞാൻ തുടങ്ങിയപ്പോഴാണല്ലോ നീയൊക്കെ ഇത്ര വലിയ സംഭവം ആക്കിയേക്കുന്നത്. നിനക്ക് അതുലിനോടാ ഇനി പറയാം, നാണോ മാനോ കെട്ട അതുലേ, നിനക്ക് നാണം ഉണ്ടോടെ എന്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് എന്റെ സബ് എടുത്തിട്ട് നീ കണ്ട് ആസ്വദിച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് പുറത്ത് വിട്ട് വലിയ സംഭവമാക്കാൻ? നീ കാരണം എനിക്ക് കുറച്ച് പ്രമോഷൻ ആണ് കിട്ടുന്നത്. അതുലേ, നീ കണ്ട് ആസ്വദിച്ചുവാടാ? ആസ്വദിക്കാനും മാത്രം എന്തുവാടെ ഉള്ളത്? വെറുപ്പീര്. പിന്നെ അപരാധങ്ങളെ കുറിച്ച് കാലങ്ങളായിട്ട് ഈ പറയുന്ന ഡാനി സത്യനാണെങ്കിലും അതുലാണെങ്കിലും ഞാനൊക്കെ എത്രയോ കാലങ്ങളായിട്ട് വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഈ ലൈവ് സബ്സ്ക്രിപ്ഷനും തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞിട്ട് കാട്ടപരാധങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കുട്ടികളൊക്കെ അത് കാണുന്നുണ്ട്, അവരിത് അനുകരിക്കരുതേ എന്നുള്ള കാരണം കൊണ്ടാണെന്നുള്ളത്. പിന്നെ എല്ലാവരും റിയാക്ട് ചെയ്യുന്ന ഭാഷ അത് കുറച്ച് വ്യത്യാസമാവും എന്നുള്ളതാണ്. ഞാൻ മലപ്പുറം സ്ലാങ്ങിലാണ് സംസാരിക്കുക. ചിലപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പല തമാശകൾ മറ്റുള്ള നാട്ടിൽ തെറിയാവാനോ സാധ്യതയുണ്ട്. അതൊന്നും എനിക്കറിയില്ല. ചിലപ്പോ ചില ആളുകൾ കമന്റ് ഇടുമ്പോഴാണ് ഞാൻ അറിയുന്നത്, ഇങ്ങനെയാണല്ലേ അങ്ങനെയാന്നുള്ള സംഭവമൊക്കെ. അപ്പോൾ അതുലിന്റെ സ്റ്റൈലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കുക, പക്ഷെ എല്ലാവരും പറയുന്ന കാര്യം ഒന്ന് തന്നെയാണ്, കാട്ടപരാധം. ഈ സബ്സ്ക്രിപ്ഷൻ തേങ്ങാക്കൊല മാങ്ങാത്തൊലി ഇതൊക്കെ ആളുകൾ കാണുമ്പോൾ ഇതൊക്കെ അനുകരിക്കാനുള്ള അനുകമ്പ ആളുകൾക്ക് വരും. ഇത് മാത്രമേ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. ഇതിനൊക്കെ ഒരു നിയമം കൊണ്ടുവന്നിട്ട് ആ നിയമത്തിനെ പോലും വെല്ലുവിളിക്കുകയാണ് രണസുനക്ക് അത് മനസ്സിലായിട്ടില്ല തോന്നുന്നു. എന്ത് പറയാനാണ്? ഇതാണോ മാന്യമായ ജോലി? ചാണകം കോരാൻ പോയാലും ഇതിലും മാന്യത ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചാണകുഴി പോയി ചാടുക എന്നുള്ളതല്ല ടകിൽമാർ പറഞ്ഞ പോലെ. മനസ്സിലായോ? നാണം ഉണ്ടോടാ അതിൽ? നീ ഈ പോലീസ് സ്റ്റേഷൻ ഈ ഞങ്ങളുടെ ഈ ചങ്ങനാശ്ശേരിയിലെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയതൊക്കെ നീ മറന്നുപോയോ? മറന്നുപോയോ? ഇനി നിന്നെ കയറ്റണോ? ഡാനി പിന്നെയും കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സത്യങ്ങൾ മനസ്സിലാക്കി പറയടാ. അതില് നിനക്ക് അതിന് പോലും കഴിയുന്നില്ലല്ലോ. നീ ആരെയൊക്കെ പേടിയാണ് നിനക്ക്. ഞാൻ ചെയ്യുന്ന സത്യങ്ങളും എന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും നിനക്ക് പറയാൻ പേടിയാണ്. പിന്നെ എന്റെ അച്ഛൻ തങ്കച്ചനെ പറ്റി നീ പറഞ്ഞല്ലോ, അത് പറയാൻ നിനക്കൊരു യോഗ്യതയില്ല. കാരണം എന്റെ തന്ത കഷ്ടപ്പെട്ട് തന്നെയാണ് എന്നെ വളർത്തിയത്. നീ നിന്റെ തന്ത പഠിപ്പിച്ചതാണ് നീ ഇപ്പം പാടുന്നത്, മനസ്സിലായോ? ഞാൻ അങ്ങനെയല്ല. പൊന്ന് രണസുന, അതുല്ലോഗിന്റെ ഡാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കിയ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. നിങ്ങളുടെ ഡാഡ് എന്ത്? ഇതിനൊന്നും കമ്പയർ ചെയ്യല്ലേ, നിങ്ങളതൊന്നും കമ്പയർ ചെയ്യല്ലേ. പിന്നെ അവൻ വീടിന്റെ അകത്ത് ഇരുന്ന് പറയുന്ന ഈ കാര്യങ്ങളിൽ, നിങ്ങളുടെ കാട്ടപരാധങ്ങൾ പറയുന്നതിൽ ജനങ്ങളൊക്കെ സപ്പോർട്ടാ. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ തെറി വിളിക്കാൻ വരുന്ന ആളുകളുടെ റീച്ചാണ് നിങ്ങൾക്ക് കിട്ടുന്നത്.
എന്തുകൊണ്ടാണ് ഈ തെറി വരുന്ന വല്ല ബോധമുണ്ടാ? ഒരു കഴിവില്ലാതെ ഊളത്തരം കാണിച്ച് നടക്കുക. എന്റെ ഫ്ലൈറ്റ് മിസ്സായിടാ, ഞാൻ ഒന്ന് കാണിച്ചു തരാം, വീഡിയോന്റെ ഇടയിൽ ഒന്ന് കാണിച്ചു തരാം. തന്തേന്ന് പറയാൻ പോലും പറ്റില്ല, അച്ഛൻ എന്നാണ് ഞാൻ പറയേണ്ടത്. പക്ഷെ തന്തേന്ന് എന്റെ വായിൽ ഞാൻ അനാവശ്യമാക്ക് പറയുന്നില്ല, അച്ഛൻ തന്നെ പറയാം. തന്തേന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക, അച്ഛൻ തന്നെ ഞാൻ പറയാം. നിന്റെ അച്ഛൻ പഠിപ്പിച്ചാണ് നീ ഇപ്പൊ പാടുന്നത്, പക്ഷെ എന്റെ അച്ഛൻ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, മനസ്സിലായോ? അതുല്ലോകിന്റെ ഡാഡ് വളർത്തിയ രീതി ശരിയല്ല എന്നാണ് ഇവർ പറയുന്നത്. അവന്റെ ഒരുപാട് വീഡിയോസ്, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒരുപാടുള്ള കാര്യങ്ങളുണ്ട്. എല്ലാതും ഒരേപോലെ റിയാക്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ചിലതിലൊക്കെ ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റി എന്തെങ്കിലും പറ്റിയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഒന്നേ പറയുന്നുള്ളൂ, അവന്റെ ഡാഡ് അവനെ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ ഇന്നതാണെങ്കിൽ നിന്റെ ഡാഡ് പഠിപ്പിച്ചു തന്നത് ഇതാവും അല്ലേ? ഞാൻ കുറ്റപ്പെടുത്തിയല്ല കേട്ടോ, ഇതൊക്കെ വളരെ അത്ഭുതകരമായ കാര്യങ്ങളാണ്, വളരെ അടിപൊളിയാണ്. നിങ്ങൾക്ക് അടിപൊളി സാധനങ്ങൾ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ഒന്ന് കാട്ടിത്തരാം. ഞാൻ ഭയങ്കര സങ്കടത്തിലും ടെൻഷനിലുമാണ്. സത്യം പറഞ്ഞ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടിരിക്കുകയാണ്. അപ്പം ടെൻഷൻ വരുമ്പോൾ ഞാൻ ഈ ചോക്ലേറ്റ് എടുത്ത് നല്ല പഠിപ്പാണ്, എന്തായാലും നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതെന്ന് മനസ്സിലായി. എന്താണ് എന്റെ പൊന്നെ അമ്മായി നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് കാണാനായിട്ട് ഇത്ര 199 149 ഇത്രയും പൈസയും കൊടുത്ത് എത്ര ആളുകളാ സബ് അടിച്ചിരിക്കുന്നത്? ഇവർക്കൊക്കെ പ്രാന്താണെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. നിരന്തരം കാണിക്കാനാണ് പ്ലാനെങ്കിൽ ചെക്കന്മാര് ചിലപ്പോ ആ പണി കാണിച്ചു തന്നത് വരും. ഏത് ചാനൽ പൂട്ടിക്കലേ, അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഒരു നിയമം പാസ്സായിട്ടുണ്ടെങ്കിൽ ആ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നുള്ളതാണ്. നിങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ആളുകൾ ഈ അതുലോകവും ഡാനിസത്യം മാത്രമൊന്നല്ല, ഒരുപാട് ആളുകളുണ്ട്. അത് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. നീ ഈ കിടന്ന് പറയുന്നു, നിനക്ക് നാണമാകുന്നില്ലേ അതുൽ? എന്തൊക്കെ നിർത്താറായിട്ടില്ല ഇത്? സബ്സ്ക്രിപ്ഷൻ നീ വാതോരാതെ പ്രസംഗിക്കുന്നല്ലോ, എന്റെ അച്ഛനെ പറ്റിയും പ്രസംഗിക്കുന്നു. നിനക്ക് യോഗ്യത, എന്ത് യോഗ്യതയാണ് പറയാൻ? അതുപോലെ ഡാനിസത്തിനും അവനും കേൾക്കണം, ഇവനുമാണ് ഒരു സൈഡ്. ഒരു ഡാനിസത്തിനും ഒരു അതിലും നിശ്ചയിച്ചു കഴിഞ്ഞാൽ രേണുസുതി അക്കൗണ്ട് പൂട്ടുമെന്നാണ് വിചാരം. രേണുസുതി മെറ്റയും അതുപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമും മറ്റുള്ളവർക്ക് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും സബ്സ്ക്രിപ്ഷൻ നിയമപരമായിട്ട് കൊടുത്ത പോലെ തന്നെയാണ് രേണുസുതിക്കും തന്നിട്ടുള്ളത്. എന്താണ് മെറ്റയുടെ നിയമസാധ്യതകൾ? ഓരോ രാജ്യത്തും ഓരോ ആപ്പുകൾ പ്രവർത്തിക്കണമെങ്കിൽ അതത് രാജ്യത്തിന്റെ പെർമിഷൻ വേണം. അവർ പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിക്കേണ്ടി വരും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ചൈനയിൽ ഈ പറയുന്ന ആപ്പുകളൊന്നും ഇല്ലാത്തത്. അവർക്ക് അവരുടേതായ ആപ്പുകളും മറ്റു കാര്യങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അവരുടെ രാജ്യം സേഫ് ആണ് കേട്ടോ. അവർക്ക് ഹാക്കിങ്ങും കാര്യങ്ങളൊന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ആളുകളൊന്നും ഹാക്ക് ചെയ്തിട്ട് അവരുടെ ഡാറ്റാസ് ഒന്നും ചോർത്താൻ കഴിയില്ല. ഇവിടെ എന്താ അവസ്ഥ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. മെറ്റ ഈ രാജ്യം ഒരു നിയമം ഇറക്കിയിട്ടുണ്ടെങ്കിൽ മെറ്റ അതിനനുസൃതമായി പ്രവർത്തിക്കേണ്ടി വരും. ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൂ. ഈ രാജ്യത്ത് കൊണ്ടുവന്നൊരു നിയമമാണ് ഈ വൃത്തികേട്, അശ്ലീലം കാണിച്ച് ഫണ്ട് ഉണ്ടാക്കുന്ന പരിപാടി, സെക്ഷൽ ടോക്ക്, ഇത് പാടില്ല എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് പറഞ്ഞത് മെറ്റക്ക് അനുസരിക്കേണ്ടി വരും, നീക്കം ചെയ്യേണ്ടി വരും. പർപ്പിളിന്റെ അക്കൗണ്ട് നീക്കം ചെയ്യപ്പെടാനുള്ള കാരണം തന്നെ അതാണെന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക. ഒരുപാട് എണ്ണത്തിന്റെ അക്കൗണ്ടുകൾ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തിനു പറയുന്ന ഈ ഇല്ലീഗലായ ആപ്പുകൾ പ്രൊമോഷൻ ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. യൂട്യൂബിലെ നടക്കില്ല, അതുകൊണ്ട് അവർ നേരെ ഇൻസ്റ്റാഗ്രാമിൽ പോയി. ഇൻസ്റ്റാഗ്രാം എന്താക്കി? പണി കൊടുത്തില്ലേ? അത്രേ ഉള്ളൂ. മെറ്റയും ഇല്ല, ഒരു മറ്റേടത്തെ ആപ്പും ഇല്ല. പണി സർക്കാർ തീരുമാനിച്ച് നടക്കും. പിന്നെ അതുല്ലോകിനെ ഒക്കെ അങ്ങനെ കുറ്റം പറയുന്ന നിങ്ങൾ എന്തെങ്കിലും മാന്യപരമായ കാര്യം ചെയ്തിട്ടാണ് പറയുന്നത് വെച്ചാൽ ഓക്കെ, നിങ്ങൾ കാണിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ അല്ലേ? ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ നാട്ടിലെത്തിയതാ. ഇച്ചിരി ചോറുണ്ട്. ഗുഡ് മോർണിംഗ്. ഹലോ, അപ്പൊ നമ്മൾ അപ്പൊ എന്റെ എന്താ പറയാ, ഒരു പാട്ടിന്റെ എടാ എന്താണ് ഇതൊക്കെ? എന്തൊക്കെ കാണിക്കണത്? എന്ത് വൃത്തികേടാണെന്ന് പറയേണ്ടി വരും. എത്ര വൃത്തികേട്, അറപ്പ് തോന്നുന്നു, ഛർദ്ദിക്കാൻ വരുന്ന സാധനങ്ങൾ. ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരുടെയും വാക്കുകളെ ഒന്നും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പലരും പല വൃത്തികേടും പറയാറുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് കാണുമ്പോ ആർക്കായാലും എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നുന്നേ. അമ്മാതിരി വൃത്തികേടല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ടാണോ ഈ രണസുനയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് ചോദിക്കുക, നിങ്ങൾ ഇതൊക്കെ കണ്ട് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത്? നാളെ ഭാവിയുടെ തലമുറകളൊക്കെ ഈ രീതിയിലേക്ക് മാറാൻ സാധ്യത കൂടുതലാ അല്ലെ? ഒരു അപർണ എന്തൊരു സാധനത്തിന്റെ പേര് ഞാൻ മറന്നു. അത് എന്തൊക്കെ വൃത്തിയുടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് എളുപ്പമാണ്, പൈസ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഇതാണെന്നുള്ള ധാരണയിലേക്ക് മാറുക എന്നുള്ളതാണ്. കഴിഞ്ഞില്ല എന്തോന്ന് കൂടി പറയുന്നു.
അതിനനുസരിച്ച് രേണുസുതി കണ്ടന്റ് ഇടത്തുള്ളൂ. നീ അതിനകത്ത് കയറിയിട്ട് ആ കണ്ടന്റ് എല്ലാം എടുത്ത് കണ്ടിട്ട് നീ ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടുന്നു. നാണമില്ലേടാ നിനക്കൊക്കെ? ഇതിന് മുന്നേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടൊന്നും നീ ചൊറിയാൻ പോകത്തില്ലല്ലോ. രേണുസുതിനെ മണ്ടക്കെട്ട് കയറിക്കോ കേട്ടാ. ഇത് നിന്നോടുള്ള അവസാന വാണിംഗ് ആണ്. ഓക്കെ, അപ്പൊ അതുള്ളോകിന് അവസാനത്തെ വാണിംഗ് കൊടുത്തിട്ട് രണസുന അങ്ങ് പോയിരിക്കുകയാണ് ആകാശത്തോട്ട്. കേറട്ടെ പൂക്കുറ്റി. എന്തായാലും വിഷുവും കാര്യങ്ങളൊക്കെ അല്ലേ, പടക്കം പൊട്ടിക്കട്ടെ. കുറച്ച് പടക്കത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ ആസ്വദിക്കുക, ആഘോഷിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇവരുടെ ഈ ഒരു ഊളത്തരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ മനോനില ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇത്തരം വീഡിയോസ് ഒക്കെ എങ്ങനെയാണോ നിങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത്? അപ്പോൾ അതുള്ളോഗിന്റെയും ഡാനിസത്തിന്റെ വീഡിയോ രാവിലെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഇവര് സംസാരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ രണസുനയെ? ഇഷ്ടമാണെങ്കിലാണ് എന്നും അല്ലെങ്കിൽ അല്ല എന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എത്ര ആളുകളുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.